എല്ലാവർക്കും നന്ദി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും ഇതുപോലെ ഇവിടെ കൂടിയതാണ് നമ്മുടെ സിനിമയെപ്പറ്റി സംസാരിക്കാൻ. അത് കഴിഞ്ഞൊരു വളരെ സക്സസ്ഫുൾ ഫിലിമായിട്ട് മാറിയതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ നമുക്ക് നേരിട്ട് കാണാമെന്ന് വിചാരിച്ചു. ഈ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രയാസമുള്ള ഒരു സമയത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല സിനിമകൾക്ക് നല്ല പ്രേക്ഷകരുണ്ടാകും എന്നൊരിക്കൽ കൂടി തെളിയിച്ചൊരു സിനിമയാണ് നേര്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. ഞങ്ങൾ തന്നെ നിർമ്മിച്ച സിനിമയാണ്. എന്തായാലും നേരിലുള്ള ഓരോരുത്തർക്കും, അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും, അതിലഭിനയിച്ചവർക്കും, അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും, ഒരുപാട് തരത്തിൽ പ്രവർത്തിച്ച ആൾക്കാരുണ്ട്, ഓരോരുത്തരെ ഞാൻ എടുത്തു പറയുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിൽ വലിയൊരു പങ്കുണ്ട്. മീഡിയയ്ക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. നല്ല സിനിമകൾ ഇനിയും ഉണ്ടാകട്ടെ, നമുക്ക് വീണ്ടും കാണാൻ സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു നിമിഷമായത്. ഈ സിനിമ എന്താ പറയുക, ഇതിന് ഫസ്റ്റ് ക്ലിപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു ഇതൊരു നല്ല സിനിമയായിരുന്നു. പക്ഷെ അത് ഈ മേഖലയിലേക്ക് ജനം ഏറ്റെടുക്കും എന്ന് ഞങ്ങൾ ഒരിക്കലും ഓഫ്കോഴ്സ് ഇതിൻ്റെ പ്രേക്ഷകർക്ക് തന്നെയാണ് നന്ദി പറയേണ്ടത്. യു ആർ ദ കിങ് മേക്കേഴ്സ്. അപ്പോൾ നിങ്ങളാണ് ഈ സിനിമയെ ഒരു വൻ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഒരു ഫോർമലായിട്ട് തോന്നരുത്. പ്രത്യേകിച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, ഇവരോടെല്ലാം ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഏതൊരു സിനിമയും അതിൻ്റെ ഒരു നെടുന്തോണെന്ന് പറയുന്നത് സ്ക്രിപ്റ്റും പ്രൊഡ്യൂസറുമാണ്. എൻ്റെ സുഹൃത്തായ ആന്റണി, അദ്ദേഹം എന്നെ സിനിമയിലേക്ക് ഭയങ്കര ഒരു വിശ്വാസത്തോടെയാണ്. അപ്പോൾ അത് കാരണം ഞാനത് ഇച്ചിരി എല്ലാം നോക്കി നടത്തിക്ക് പൊക്കോന്ന് ഇതിൻ്റെ മുന്നോട്ട് വരാറുമില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ആന്റണിയുടെ മുഖം ഇതുവരെ എല്ലാ സിനിമകൾക്കും കണ്ടിരിക്കുന്ന മുഖം ഇന്ന് ഇത്തവണ ഇച്ചിരി കൂടുതൽ സന്തോഷം കാണുന്നുണ്ട് എനിക്ക്. അത് പിന്നെ അനശ്വര ഈ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അൺഡൗട്ട്ഫുള്ളി ഞങ്ങൾ കാസ്റ്റ് ചെയ്ത് അനശ്വരയാണ്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് എന്താ പറയുക, അതിമനോഹരമായിട്ട് അനശ്വര അത് പെർഫോം ചെയ്ത് തന്നു. പിന്നെ തീർച്ചയായിട്ടും എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കേട്ടപ്പോൾ അതിൻ്റെ സാധ്യത ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. പിന്നെ സിദ്ദിഖേട്ടൻ സിനിമ ഞങ്ങളിത് കുറേ സിനിമകളായി. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല, ദൃശ്യത്തിനകത്ത് ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് 3-4 സീനുണ്ട്, പക്ഷെ ഞാൻ ഒരു സീനിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ്. പക്ഷെ അദ്ദേഹം വന്ന് ചെയ്ത് പല സ്ഥലത്തും പ്രഭാകർ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു സൈഡിൽ വെറുതെ നിൽക്കുകയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൂടുന്നു. ഇവിടെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് രാജശേഖർ അതിന് ഗംഭീരമാക്കി തന്നു. പിന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, നാട്ടുകാരെ എടുത്തിട്ട് പേടിയുണ്ടായിരുന്നു. പിന്നെ ശാന്തി ഈ യാത്രയുടെ തുടക്കം തൊട്ടേ കൂടെ ഉണ്ടായിരുന്നതാണ്. ഞാൻ പല ഇതിനു മുമ്പ് ഞാൻ പല വക്കീലന്മാരും ഒക്കെ ആയിട്ട് സംസാരിച്ചു. പക്ഷെ അപ്പൊ അവരെല്ലാം എനിക്ക് എന്താ പറയാ ലീഗൽ സപ്പോർട്ട് തരായിരുന്നു. എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ആരും എഴുതാൻ പേടിയില്ലായിരുന്നു. എല്ലാവരും തിരക്കുള്ളവരായിരുന്നു. ശാന്തി ഉദ്ദീനെ ഏറ്റെടുത്തു, മനോഹരമായിട്ട് എഴുതി. അത് എന്താ പറയാ, ഷീ ഈസ് എ ഗുഡ് റൈറ്റർ. അത് എനിക്ക് ആ ദൃശ്യത്തിനകത്ത് സീൻസ് അയച്ചു കൊടുത്ത് ആ സീൻ അന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. പിന്നെ തിരക്കിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം നടക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു, അറിയാൻ മേലായിരുന്നു. താങ്ക്സ് ടു യു. പിന്നെ ഞങ്ങളുടെ എല്ലാം പള്ളിപ്പുഴി തീർച്ചയായിട്ടും ഭയങ്കര നല്ലൊരു പെർഫോമൻസ് ആണ് കഴിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് ഒത്തിരി പേര് വിളിച്ചു, ആരാണ്, അവൻ്റെ പേരെന്താണ് എന്ന് ഞാനോടൊപ്പം നിന്ന് തല്ലാനാണോ എന്നൊക്കെയാണ് വിളിച്ചത്. ആൻഡ് താങ്ക്സ് ടു യു ഓൾസോ. പിന്നെ ഇതിന് പുറയിൽ പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട്. ആ ഡയറക്ടർ മോഹൻ അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. കുറേ ടെക്നീഷ്യൻസ് ഉണ്ട്. എൻ്റെ ഡയറക്ഷൻ ടീം, സുധീഷ്, ബാക്കി അസിസ്റ്റൻസ്. പിന്നെ ആ കൂട്ടത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട 2 പേരുണ്ട്. ഒന്ന്
വിഷ്ണു ശ്യാം എന്റെ പ്ലീസ് എന്റെ മ്യൂസിക് ഡയറക്ടറാണ്. റാമിന്റെ അവിടെ നിന്നാണ് തുടക്കം. അത് കഴിഞ്ഞ് കൂമൻ ചെയ്തു. ഇപ്പോ നേരെ അദ്ദേഹത്തിന്റെ ആ ഒരു മ്യൂസിക് പീസിൽ തന്നെയാണ് ഈ സിനിമയുടെ പല മുഹൂർത്തങ്ങളും ഷോട്ടുകളും ഉണ്ടായത്. താങ്ക്സ് ടു യു. പിന്നെ സതീഷ് നമ്മുടെ സിനിമാറ്റോഗ്രാഫർ അതിമനോഹരമായ രീതിയിൽ സപ്പോർട്ട് ചെയ്തു. കാരണം 4 ക്യാമറയിൽ അറ്റ് ടൈം വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ടീമും വളരെ നല്ല രീതിയിൽ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അതിമനോഹരമായിട്ട് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചു. താങ്ക് യു സതീഷ്. പിന്നെ എൻ്റെ ഇത് ഞാൻ ആ ട്രെയിലർ അന്ന് ഇവനും എൻ്റെ ഒരു ഫ്രണ്ടോടെ കൂടിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഈ ലെവൽ വേണോടെ ചോദിച്ചു. പക്ഷെ അവൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. സാറേ നമുക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാം. ജനം അത് കേട്ട് തിയേറ്ററിലേക്ക് വരട്ടെ, നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ അവനാണ് എനിക്ക് ആ കോൺഫിഡൻസ് ട്രെയിലർ താത്തിയിട്ടത്. താങ്ക് യു സോ മച്ച്. പിന്നെ പിന്നെ പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട് കേട്ടോ. സിദ്ധുവേട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ. അങ്ങനെ ഞാൻ കോസ്റ്റ്യൂം ഡിസൈനർ ലിൻഡയും എപ്പോഴും സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ടാണ്. അപ്പൊ ഇതിന്റെ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദിയിരിക്കുന്നു. ഞാൻ സാധാരണ ഇത്രയും സംസാരിക്കാറില്ല, പക്ഷെ ഇന്ന് ഇത്രയും സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം എടുത്തതാണ്. താങ്ക് യു. ആൻഡ് എസ്പെഷ്യലി മീഡിയ, ഇതിന്റെ മീഡിയ ആ ഒരു കവറേജ് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ ഒരു പ്രൊമോഷണൽ ഇത്. അപ്പൊ താങ്ക്സ് ടു യു. നന്ദി. എന്താ പറയാ, എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. താങ്ക് യു സോ മച്ച്.